Good evening, all. Respected Principal Dr. Anil Sir, Academic Coordinator Mrs. Lizzie Ma'am, Resource Person Rudraj Sir, Heads of various departments, my colleagues, and dear students. Welcome to the Career Webinar Series of KRSN College, Valanchery. First of all, we Department of English is organizing a career-oriented webinar on after plus 2 why BA English Language and Literature. Nowadays, due to this pandemic situation of corona, our future is a big question mark. Even though we people are striving to overcome the situation, so we hope for the best to come. So students, after plus 2, which course you will select? Definitely, which will be the turning point in your career life. Here, we have an excellent resource person, Mr. Rudraj, Assistant Professor, Department of English, KRSN College, Valanchery. I am sure through this seminar, you will get a clear idea about the course BA English Language and Literature, its vast career options, scope for further studies, and various opportunities. So, once again, I welcome you all to this webinar. I invite Mr. Rudraj, our resource person, to handle the session. Okay, first of all, thank you for a wonderful introduction, ma'am. And first, I take this opportunity to say my thanks for allowing me to present this webinar for our principal, Dr. Anil sir, and our academic coordinator, Ms. Lizzie KG, and all head of departments. I thank you from the bottom of my heart for giving me an opportunity to present as a webinar. And I welcome each and every one of you to this short session on careers after BA English. Okay, so without any further ado, let us start our webinar. So after plus 2, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈമാണ്. ഇപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കറിയാം 2020 എന്നറിയപ്പെടുന്നത് ആക്ച്വലി കൊറോണ എന്നുള്ള ഡിസീസ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ 2020 അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിലുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ ഡിജിറ്റലൈസേഷൻ എന്നുള്ള രീതിയിലേക്ക് മാറിയത് കൊണ്ട് തന്നെ ഇനി വരുന്ന കാലത്തുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, എസ്പെഷ്യലി ആഫ്റ്റർ പ്ലസ് 2 എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ഡീപ്പായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ BA ഇംഗ്ലീഷ് എന്നുള്ള ഒരു കോഴ്സ്, ബാച്ചിലർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു കോഴ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇനിയുള്ള ആ ഒരു ലോകത്തിലേക്ക്, നമ്മുടെ ഒരു പോസ്റ്റ് കോവിഡ് വേൾഡില് എങ്ങനെയാണ് BA ഇംഗ്ലീഷ് എന്നുള്ള ഒരു കോഴ്സിന് ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള വാലിഡിറ്റി ഉള്ളത് എന്നും, അതേപോലെ തന്നെ BA ഇംഗ്ലീഷ് കോഴ്സസിന്റെ പല ജോബ് തലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ ഈ വെബിനാറിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇംഗ്ലീഷ് എന്നുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജ് കരിക്കുലത്തിൽ തന്നെ ഏറ്റവും കാലങ്ങൾ മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് BA ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. BA ഇംഗ്ലീഷ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാവരുടെയും ഉള്ളിൽ വരിക, ടീച്ചർ ആവാൻ പോവുകയാണെങ്കിൽ മാത്രം ഇംഗ്ലീഷ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ള രീതിയിൽ കോളേജിൽ പഠിപ്പിക്കാൻ, അങ്ങനെയുള്ള രീതിയിലുള്ളവർ മാത്രമാണ് ഇംഗ്ലീഷ് എന്നുള്ള ഒരു കോഴ്സ് ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് വന്നതിന് ശേഷവും അതേപോലെ തന്നെ IT കമ്പനീസ്, പല പല ബിസിനസ് ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ്, സ്റ്റാർട്ടപ്പുകൾ, ഇതെല്ലാം വന്നതിന് ശേഷം ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു സബ്ജക്ട് അവരിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു ട്രമെൻഡസ് ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സെക്ടർ ആക്കിയിട്ടാണ് ഇതിനെ മാറ്റിയിട്ടുള്ളത്. സോ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് ഇനി ഈ വെബിനാറിന്റെ കണ്ടിന്യൂഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, so let us start our webinar. Why we should select BA English for after plus 2 or as our career. Okay. BA English and its career opportunities. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്, അല്ലാതെ ഒരു കരിയർ ഫീൽഡ് എങ്ങനെയാണ് ഇതാവുന്നത് എന്ന് പറയുകയാണെങ്കിൽ എവിടെയൊക്കെ ഈ ഭാഷ സംസാരിക്കുന്നോ
ഈ ഭാഷ സംസാരിക്കുന്നത്, ഇപ്പോ നിങ്ങൾക്ക് ഈ പ്രസന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു വേൾഡിലുള്ള ഒരു ഗ്രീൻ ആയിട്ടുള്ള രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. സോ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിന്? വേൾഡുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. നമ്മൾക്ക് ഏറ്റവും ഇന്ന് കാലത്ത് മീഡിയ ആവട്ടെ, ഏത് ഫീൽഡ് ആവട്ടെ, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒരു കാര്യം ഒരിക്കലും നമ്മുടെ ഒരു സ്ഥലങ്ങളിൽ നടക്കില്ല. സോ ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് ആണ് വേൾഡിനെ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലിങ്കിങ് സോഴ്സ് എന്ന് പറയുന്നത്. സോ 2015 ഒരു സർവേയില് 195 കൺട്രീസ് ഇൻ ദ വേൾഡ് ആണ് ടോട്ടലി ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് യൂസ് ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. സോ ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് വേറെ ഏത് ഭാഷയെ വെച്ച് നോക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് ആക്ച്വലി ലൈക്ക് എ ഗോൾഡൻ ടിക്കറ്റ് ടു ഇന്ററാക്ട് വിത്ത് ദ വേൾഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ലിമിറ്റേഷനിൽ നിന്ന് വിട്ട് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്തുകൊണ്ടും മികച്ചതായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്ന എല്ലാവർക്കും ഇംഗ്ലീഷിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് ആയിട്ടുള്ള ബേസിക് നോളജ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, so English is like a language which helps you to communicate to the entire world. With English, you can communicate to anything, to any person or anyone sitting in any part of the world. അതാണ് ഇംഗ്ലീഷ് എന്ന ഭാഷ. അതിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു സ്ട്രൈക്കിംഗ് ഫാക്ടർ തന്നെയാണ് ഈ എന്താ പറയുക, ഗ്ലോബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒറ്റ മീഡിയം എന്നുള്ള ആ ഒരു കാറ്റഗറി ഇംഗ്ലീഷിന് മാത്രമേ ഉള്ളൂ. വേറെയും ഉണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആയിട്ടുള്ള പല ലാംഗ്വേജസും, പക്ഷെ ഇംഗ്ലീഷ് ആണ് ഏറ്റവും കൂടുതൽ വേൾഡിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് മീഡിയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനന്തമായിട്ടുള്ള ഒരു ജോലി സാധ്യതകൾ ഇംഗ്ലീഷ് എന്നുള്ള ഒരു കോഴ്സ് ഈ ലാംഗ്വേജ് പഠിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു BA കോഴ്സിന്റെ ഇതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തതുകൊണ്ട് ഉണ്ടാവാൻ സാധ്യതകൾ ഒരുപാടാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മെല്ലെ നെക്സ്റ്റ് സ്ലൈഡിലൂടെ നോക്കാം. വാട്ട് വിൽ ഐ സ്റ്റഡി ആസ് പാർട്ട് ഓഫ് ദ കോഴ്സ്? ഇപ്പോൾ +2 കഴിഞ്ഞു, BA ഇംഗ്ലീഷ് എന്നൊരു കോഴ്സിനെ കുറിച്ചിട്ട് ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ എന്താണ് BA ഇംഗ്ലീഷ് കോഴ്സിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്നുള്ള ഇതിനുള്ള ഡീറ്റെയിൽസ് ആണ് ഈ സ്ലൈഡിൽ പറയുന്നത്. BA ഇംഗ്ലീഷ് ഒരു +2 കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന് ചൂസ് ചെയ്യാൻ വെറും ഇംഗ്ലീഷിൽ 50-55 മാർക്ക് മിനിമം ഉണ്ടായാൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ BA ഇംഗ്ലീഷ് എന്തൊക്കെയാണ് ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ലിറ്ററേച്ചേഴ്സ് ഓഫ് ദ വേൾഡ്, വേൾഡിലുള്ള പലതരം ലിറ്ററേച്ചറുകൾ, അമേരിക്കൻ ആവട്ടെ, ബ്രിട്ടീഷ് ആവട്ടെ, ഇന്ത്യൻ ആവട്ടെ, ആഫ്രിക്കൻ ആവട്ടെ, ഓസ്ട്രേലിയൻ ആവട്ടെ, വേൾഡിലുള്ള എല്ലാ ലിറ്ററേച്ചേഴ്സിനെയും കുറിച്ചിട്ടുള്ള ഒരു പഠനം തന്നെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ളത്. ദെൻ ലിറ്റററി ആൻഡ് ക്രിട്ടിക്കൽ തിയറീസ്, പല ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള തിയറീസ്, അതിന്റെ അനാലിസിസുകൾ, ഇതെല്ലാമാണ് വേറൊരു ഫാക്ടർ എന്നുള്ളത്. പിന്നെ പോയട്രി, ഡ്രാമ, നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ്, ലൈക്ക് ദാറ്റ്. മെയിൻ ആയിട്ട് പോയട്രികള്, വേൾഡിൽ തന്നെ ക്ലാസിക് ആയിട്ടുള്ള പല ടൈപ്പ് പോയട്രീസ്, ഡ്രാമ, നോവൽ, ഷോർട്ട് സ്റ്റോറീസ്, ഇതൊക്കെയാണ് പിന്നെയുള്ള ഫാക്ടർ. ദെൻ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് അറൌണ്ട് ദ വേൾഡ്, ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണ് വേൾഡിന് ചുറ്റും. ഇപ്പോൾ ആഫ്രിക്കൻ ലിറ്ററേച്ചർ വായിക്കുമ്പോൾ അതിലുള്ളതിലൂടെ നമ്മൾ അറിയപ്പെടുന്നത് അവിടുത്തെ ആളുകളുടെ കാഴ്ചപ്പാട്, അവിടുത്തെ സൊസൈറ്റി എന്താണ്, അവരുടെ ഹിസ്റ്ററി എന്താണ്, അങ്ങനെയുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് നമുക്ക് ഈ സബ്ജക്റ്റിലൂടെ നമുക്ക് ഓരോ വേൾഡിലുള്ള ലിറ്ററേച്ചറും വായിക്കുമ്പോൾ അറിയാൻ പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, കോമ്പോസിഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. കോമ്പോസിഷൻസും ഇന്റർപ്രിട്ടേഷൻസും എങ്ങനെയാണ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതിന്റെ ആ ഒരു ഘടന എന്താണ്, എങ്ങനെയാണ് ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ടെക്നിക്കൽ പാർട്ടും ഇതോടൊപ്പം തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നുണ്ട്. സോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനുള്ളിൽ അടങ്ങിയിട്ടുള്ള മെയിൻ കോർ ഏരിയാസ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ വരുന്ന സബ് ജോണേഴ്സ് എന്തൊക്കെയാണെന്ന്, അതായത് BA ഇംഗ്ലീഷ് കോഴ്സ് എടുക്കുകയാണെങ്കിൽ അതോടൊപ്പം നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സബ് ജോണേഴ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത് ഈ സ്ലൈഡിൽ. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. പിന്നെ ഒരു കോഴ്സാണ് BA ഫങ്ഷണൽ ഇംഗ്ലീഷ്.
ഫങ്ഷണൽ ഇംഗ്ലീഷിൽ കൂടുതലും ഇംഗ്ലീഷിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നുണ്ടായിരിക്കുക. ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഫോമാറ്റ്, അത് എങ്ങനെയാണ് ഒരു സെന്റൻസ് ഫ്രേസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫങ്ഷണൽ ഇംഗ്ലീഷിൽ നമ്മൾക്ക് പഠിക്കാനായിട്ടുണ്ടാവുക. സോ BA ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ അതിനെ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യാനാണ് ഉള്ള രീതിയിലാണ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് BA ഫങ്ഷണൽ ഇംഗ്ലീഷ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. റാദർ നിങ്ങൾക്ക് ഹിസ്റ്ററി, അതേപോലെ തന്നെ നോവൽസിനെ കുറിച്ചിട്ടും ലിറ്റററി തിയറികളെ കുറിച്ചിട്ടും ലൈക്ക് നമ്മുടെ പല പല ഡ്രാമ, പ്ലേസ്, ഫേമസ് റൈറ്റേഴ്സ്, അവരെ കുറിച്ചിട്ടും അവരുടെ കഥകളെ കുറിച്ചിട്ടും പോയംസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യാൻ ഏറ്റവും നല്ല കോഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ്. ഓക്കെ, സോ BA ഇംഗ്ലീഷിൽ തന്നെ മെയിൻ 2 കാറ്റഗറീസ് ആണ്, BA ഫങ്ഷണൽ ഇംഗ്ലീഷും BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറും. ഓക്കെ, ആൻഡ് അതിൽ വരുന്ന സബ് ജോണേഴ്സ് ആണ് മെയിൻ പേപ്പറിന്റെ കൂടെ പഠിക്കേണ്ട വേറെ മെയിൻ ആയിട്ട് കാണുന്ന BAയുടെ കൂടെയുള്ള സബ് ജോണേഴ്സ് ആണ്. ഒന്ന് മീഡിയ സ്റ്റഡീസ് എന്ന് പറയും. മീഡിയ നമ്മുടെ ഇന്ന് കാലത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മീഡിയ എന്ന് പറയുന്നത്. ന്യൂസ്, അതുപോലെ പ്രിന്റ്, അങ്ങനെ പല മീഡിയാസ് ഉണ്ട്. അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള സബ് ജോണേഴ്സിലുള്ള സ്റ്റഡീസ് ആണ് ഈ മീഡിയ എന്നുള്ള സബ് പേപ്പറിൽ ഉണ്ടാവുക. നെക്സ്റ്റ് വൺ ജേർണലിസം. ജേർണലിസം ഈ മീഡിയ സ്റ്റഡീസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ്. ന്യൂസ് ഫീൽഡില്, അതേപോലെ തന്നെ ന്യൂസ് റൈറ്റിംഗ്, ന്യൂസ് ക്രിയേഷൻ, അങ്ങനെയുള്ള സെക്ഷൻസും ആ കാര്യങ്ങളൊക്കെയാണ് ഈ ജേർണലിസം ഫീൽഡിനകത്ത് നിങ്ങൾക്കുള്ളത്. ഇതും സബ് ജോണേഴ്സ് ആണ്. ദെൻ ഹിസ്റ്ററി ബ്രിട്ടീഷ് ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ, ഇംഗ്ലീഷിന്റെ തന്നെ സബ് ജോണേഴ്സ് ആയിട്ട് വരുന്ന മറ്റൊരു സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതിനകത്ത് സോഷ്യൽ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ബ്രിട്ടനെ കുറിച്ചുള്ള ഹിസ്റ്ററീസ് ഉള്ളത്. സാധാരണ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഹിസ്റ്ററി കോഴ്സ് എന്തായിട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് ബ്രിട്ടീഷ് ഹിസ്റ്ററി ആവാം അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി ആവാം. സോ നിങ്ങളുടെ ചോയ്സ് എപ്പോഴും ഏതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് നോക്കി കോഴ്സിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ, ഈ സബ് ജോണേഴ്സ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഇത് ചൂസ് ചെയ്യാവൂ. നെക്സ്റ്റ് വൺ പൊളിറ്റിക്കൽ സയൻസ് ആണ്. അത് വേറൊരു സബ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. മെയിൻ സബ്ജക്റ്റിന്റെ കൂടെ പഠിക്കുന്ന കാറ്റഗറിയിലുള്ള വേറെ സബ്ജക്റ്റുകളാണ് ഇപ്പോൾ ഈ മീഡിയ സ്റ്റഡീസ്, ജേർണലിസം, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്. KR ശ്രീനാരായണ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ജേർണലിസവും ഇന്ത്യൻ ഹിസ്റ്ററിയുമാണ് സബായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ താല്പര്യങ്ങൾ അതനുസരിച്ചിട്ടുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ ഈ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ KR ശ്രീനാരായണ കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കാറ്റഗറീസിലുള്ള സബ്ജക്ട്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, സാധാരണ BA ഇംഗ്ലീഷ് കഴിഞ്ഞതിന് ശേഷം ആദ്യം ആളുകൾ പറയാ ഹയർ സ്റ്റഡീസ് കൂടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നാണ്. സോ എന്തൊക്കെയാണ് ഹയർ സ്റ്റഡീസ് BA ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ചെയ്യാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, മാസ്റ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞിട്ടുള്ളതെല്ലാമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാസ്റ്റേഴ്സ്. ഓഫ് കോഴ്സ് നമുക്ക് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA കഴിഞ്ഞു കഴിഞ്ഞാൽ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നമുക്ക് ചെയ്യാം. MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന കോഴ്സ് ആക്ച്വലി നമ്മുടെ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ ഒരു ഹയർ ആയിട്ടുള്ള രീതിയിലുള്ള, ഡീപ്പ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു അനാലിസിസ് ആണ്. ആ ഒരു ലാംഗ്വേജ് അതിനുശേഷമാണ് നമ്മൾ മാസ്റ്റർ ആയിട്ട് ലാംഗ്വേജിനെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണത്. നെക്സ്റ്റ് വൺ, മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഫങ്ഷണൽ ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ്. നേരത്തെ പറഞ്ഞ BA ഇംഗ്ലീഷ്, അതേപോലെ തന്നെ BA ഇംഗ്ലീഷിന്റെ വേറൊരു ജോണർ പറഞ്ഞിരുന്നു, ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള. ഫങ്ഷണൽ ഇംഗ്ലീഷിന്റെ മാസ്റ്റർ ആയിട്ടുള്ള കോഴ്സാണ് MA ഫങ്ഷണൽ ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ്. ദെൻ ഇംഗ്ലീഷ് എന്നുള്ളൊരു സബ്ജക്ട് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ആ ഒരു ലൈനിലേ പോകാൻ പറ്റൂ എന്നുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടാവും. അത് ആക്ച്വലി റോങ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്ട് ഒരുപാട് വേറെ തലങ്ങളിലേക്ക് തിരിയാൻ സഹായിക്കുന്ന ഒരു സബ്ജക്ട് കൂടിയിട്ടാണ്. അത് ഇനി വരുന്ന കോഴ്സുകളെല്ലാം അതിനുള്ള എക്സാമ്പിൾസ് ആണ്. മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ജേർണലിസം. ജേർണലിസം എന്നുള്ളതിൽ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്തിട്ട് എന്താ പറയാ, സ്പെഷ്യലൈസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവർക്ക് ജേർണലിസം ചൂസ് ചെയ്യാം. ദെൻ ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ്. നിങ്ങളുടെ സബ്ജക്റ്റും ടേസ്റ്റും ഫിലിം അതേപോലെ തന്നെ മീഡിയ സ്റ്റഡീസ് എന്നുള്ള ആ ഒരു ഫീൽഡ് ആണെങ്കിൽ അതിനകത്ത് മാസ്റ്റർ ചെയ്യാനായിട്ട് മാസ്റ്റർ ഓഫ് ആർട്സ് BA ചെയ്തതിനു ശേഷം മാസ്റ്റർ ഓഫ് ആർട്സ് അതിനകത്ത് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഓഫ് ദ ഫേമസ് ഡീവിയേഷൻസ് ഫ്രം BA ഇംഗ്ലീഷ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, MBA. BA കഴിഞ്ഞതിന് ശേഷം, BA ഇംഗ്ലീഷ് കഴിഞ്ഞതിന് ശേഷം MBA ചെയ്തിട്ട് നിങ്ങൾക്ക് പല IT ഫേമുകളാണെങ്കിലും കോർപ്പറേറ്റുകളാണെങ്കിലും അതേപോലെ തന്നെ വേറെ ഇഷ്ടം പോലെ, ഇന്ന് MBA കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ധാരാളമാണ്. ഏത് MBA ഇന്റർവ്യൂവിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾ BA ഗ്രാജുവേറ്റ് ആണ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ
കൂടുതൽ റെക്കഗ്നിഷൻ തരികയുള്ളൂ. കാരണം ഇംഗ്ലീഷിനോട് നിങ്ങൾക്കുള്ള ആ ഒരു സ്ട്രെങ്ത് കൂടുതലാണെന്നാണ് അതിനർത്ഥം. സോ കുറെ ഇന്റർനാഷണൽ ക്ലയന്റുകളായിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് പുറം രാജ്യങ്ങളിലുള്ള അവരുടെ ബ്രാഞ്ചുകളായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടുതലാണ്. സോ MBA ചെയ്യുന്നതിന് MBA എന്ന് പറയുന്നതും ഒരു ഗുഡ് ഓപ്ഷൻ ആണ്. BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് വൺ മാസ്റ്റർ ഓഫ് ഫിനാൻസ് ആൻഡ് കൺട്രോൾ. മാസ്റ്റർ ഓഫ് ഫിനാൻസ് അതുപോലെ തന്നെ കൺട്രോൾ MBA പോലത്തെ ഒരു സബ്ജക്ട് തന്നെയാണ്. നെക്സ്റ്റ് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ സൈക്കോളജി. സൈക്കോളജിയിൽ MA ചെയ്യാൻ പറ്റും. ക്ലിനിക്കൽ സൈക്കോളജി അല്ല, MA സൈക്കോളജിയിൽ നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും. എന്നിട്ട് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലിംഗ്, കൗൺസിലർ അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിലേക്കൊക്കെ നമുക്ക് ഈ BA കഴിഞ്ഞവർക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. ദെൻ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ദെൻ സോഷ്യോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇതെല്ലാം വേറെ വേറെ പല ഡിഫറെന്റ് ആയിട്ടുള്ള ജോണേഴ്സ് ആണ്. ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് ഇതിന് ശേഷം കടക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സോഷ്യൽ വർക്ക്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് MSW. ദെൻ മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ്. ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു സ്പെഷ്യലൈസ് ചെയ്യാനുള്ളവർക്കും അതിനകത്തേക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. ദെൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് ഫിലിം സ്റ്റഡീസ്. ഫിലിം ആ ഒരു ഫീൽഡാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി BA കോഴ്സ് ആണ്. ശരിക്കും ഫിലിമിനുള്ള BAs വേറെ ഉണ്ടെങ്കിലും നിങ്ങൾ BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഫിലിം സ്റ്റഡീസിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നാണെങ്കിൽ പോലും BA ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ കൾച്ചറൽ സ്റ്റഡീസ്, അത് വേറൊരു മാസ്റ്റർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻസ് ആണ്. സോ ഈ പറഞ്ഞിട്ടുള്ള കോഴ്സസ് ഒക്കെയാണ് നിങ്ങൾക്ക് BA ഇംഗ്ലീഷ് കഴിഞ്ഞതിന് ശേഷം ഹയർ സ്റ്റഡീസ് പെർസ്യൂ ചെയ്യണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള വേറെ ഹയർ കോഴ്സസ് ഉള്ളത്. ഓക്കെ, ദെൻ MPhil മാസ്റ്റർ ഓഫ് ഫിലോസഫി. MPhil എന്ന് പറയുന്നത് ആക്ച്വലി ലിറ്ററേച്ചറിൽ തന്നെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. അത് എന്താ പറയാ, റിസർച്ചിന്റെ മെത്തഡോളജീസ് അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ തന്നെ പല തലങ്ങളെ കുറിച്ചിട്ട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പോകാനാണ് താല്പര്യമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് MPhil എന്ന് പറയുന്നത്. ഇപ്പോൾ ലിറ്ററേച്ചറിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന മാസ്റ്റേഴ്സിൽ തന്നെ PhD, ഡോക്ടറേറ്റ് എന്നുള്ള ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നിങ്ങളുടെ കരിയറിൽ ഏറ്റവും ഒരു അഡ്വാൻസ്മെന്റ് തരാവുന്ന ഒരു കോഴ്സ് കൂടിയിട്ടാണ് MPhil എന്ന് പറയുന്നത്. ഇത് ഒരു റിസർച്ച് ഡിഗ്രി ആണ്. സോ അതിലെ കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി റിസർച്ച് ഓറിയന്റഡ് ആയിരിക്കും. ഒരു ജോബിലേക്ക് കടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സ് കൂടിയിട്ടാണ് ഈ MPhil ഇൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ഏറ്റവും എക്സ്ട്രീം എന്ന് പറയുന്നത് ആക്ച്വലി എക്സ്ട്രീമിൽ ഒന്നാണ് PhD, ഡോക്ടറേറ്റ് ഓഫ് ഫിലോസഫി ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ, ഇത് ഡോക്ടറേറ്റ് ലെവൽ കോഴ്സ് ആണ്. അത് മിനിമം 3 to 5 years വരെ ഡോക്ടറേറ്റ് കോഴ്സസ് ഉണ്ട്. സോ ഇത് മെയിൻ ആയിട്ട് ഡോക്ടറേറ്റ് കോഴ്സസ് കഴിഞ്ഞവർക്ക്, ഇംഗ്ലീഷിൽ തന്നെ ഡോക്ടറേറ്റ് കോഴ്സ് വരെ എത്തിക്കഴിഞ്ഞവർക്ക് ഈ യൂണിവേഴ്സിറ്റീസിലും കോളേജസിലും കൂടുതൽ കരിയേഴ്സ് അവിടെ ടീച്ചിങ് ആസ് ഇൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജുകളിൽ ടീച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ധാരാളം തരികയുണ്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് ഇൻസൈഡ് ഇന്ത്യ അതേപോലെ തന്നെ പുറത്തു പോയിട്ടും ഡോക്ടറേറ്റ്സ് ചെയ്യാൻ പറ്റും. ഓരോ യൂണിവേഴ്സിറ്റീസും അവരുടെ എൻട്രൻസസിലൂടെ വിളിച്ചിട്ട് നമുക്ക് പോയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡി സ്ട്രക്ചർ. ഇനി കരിയേഴ്സ് എന്തൊക്കെയാണ് ഒരു BA ഗ്രാജുവേറ്റ്, BA ഇംഗ്ലീഷ് ഗ്രാജുവേറ്റിന് BA ഇംഗ്ലീഷ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് കിട്ടാവുന്ന കരിയേഴ്സ് ഏതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മോഡേൺ വേൾഡിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് ടീച്ചിങ്. BA ഇംഗ്ലീഷ് കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ കയറാം. യെസ്, ശരിയാണ്, പഠിപ്പിക്കാൻ കയറാം. അത് പ്രീ പ്രൈമറി ലെവൽ മുതൽ കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി ലെവൽ വരെ ടീച്ചേഴ്സ്, ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസിൽ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BA കഴിഞ്ഞിട്ട് MA ലിറ്ററേച്ചർ ചെയ്യണം. അതോടൊപ്പം തന്നെ നെറ്റ് എക്സാം പാസ് ചെയ്തവർക്കും അതേപോലെ തന്നെ PhD വരെ കയ്യിലുള്ളവർക്കും കോളേജസിലും യൂണിവേഴ്സിറ്റി ലെവൽസിലും ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ സ്കൂൾ ലെവൽസ്, സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് BA കഴിഞ്ഞ് B.Ed, MA അതെല്ലാം ഉള്ളവർക്ക് സ്കൂൾ ലെവലിൽ നമുക്ക് ടീച്ചറായിട്ട് കയറാവുന്നതായിരിക്കും. ദെൻ പ്രീ പ്രൈമറി ലെവലിൽ നമ്മൾ ചെറിയ കുട്ടികൾക്ക് തന്നെ അതിന് പഠിപ്പിക്കാനായിട്ടും BA ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കരിയർ ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോ ഫേമസ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കരിയർ ആയിട്ട് ഇപ്പൊ ലിറ്ററേച്ചറിന് കാണുന്നത്. കാരണം സ്കൂൾസ് ഇപ്പോ സ്കൂളുകളെല്ലാം അടച്ചിരിക്കുകയാണെങ്കിലും അവരെല്ലാം ഇപ്പോൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് പുതിയ ടെക്നോളജി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പുതിയ ഫ്രഷ് ആൻഡ് ആസ്പിരന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വേണം. സോ ആ ഒരു കാരണം കൊണ്ട് തന്നെ
പല സ്ഥലങ്ങളിലും ഇപ്പോ ഒരു ലോട്ട് ഓഫ് ഡിമാൻഡ് ഇസ് ദർ ഫോർ ന്യൂ കാൻഡിഡേറ്റ്സ്. സോ ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അത് BA തിരഞ്ഞെടുക്കാനുള്ള നല്ലൊരു ടൈമാണ് ആക്ച്വലി ഇപ്പോൾ. സോ ഈ കൊറോണ വന്നതുകൊണ്ട് ഇനിയിപ്പോ ഈ ജോലികളെല്ലാം എഫക്റ്റഡ് ആവും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവർക്ക് അതിന് നേരെ ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന് ആക്ച്വലി ആൻസർ ഉണ്ട്. കാരണം ഈ സ്കൂളുകൾ തന്നെ ഏറ്റവും കൂടുതൽ ടെക്നിക്കലി കഴിവുകളുള്ള അതേപോലെ യങ് ആയിട്ടുള്ള ആളുകളെയാണ് ഇപ്പോൾ ടീച്ചിങ്ങിലേക്ക് എടുക്കുന്നത്. ഓക്കെ, സോ സ്കൂളിൽ മാത്രമല്ല നമുക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ടീച്ചേഴ്സ് ഫോർ ലാംഗ്വേജ് ട്രെയിനിങ് അക്കാഡമീസ്, ഈ ലാംഗ്വേജ് ട്രെയിനിങ് അക്കാഡമികളായിട്ടുള്ള IELTS, TOEFL അങ്ങനെയുള്ള പുറത്തേക്ക് നമ്മുടെ ഔട്ടർ ഇന്ത്യ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ലാംഗ്വേജ് അക്കാഡമീസ് ഉണ്ട്. ലാംഗ്വേജ് അക്കാഡമീസിലും ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അവരാണ് ആക്ച്വലി ഈ ആസ്പിറൻസിനെ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള ആ ഒരു എക്സാമിന് ട്രെയിനിങ് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് ലാംഗ്വേജിന്റെ ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ട്രെയിനിങ് അക്കാഡമീസിൽ ടീച്ചേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ തന്നെ ഹയർ ആയിട്ടുള്ള ഫീൽഡുകളിലേക്ക് നമുക്ക് പോയാൽ ആക്ച്വലി IELTS അതേപോലെ തന്നെ TOEFL അതിന്റെയൊക്കെ എക്സാം ഹെഡ് ആയിട്ട് നമുക്ക് ജോലി നോക്കാൻ പറ്റും. ഓക്കെ, സോ അതെല്ലാം കൂടുതൽ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലാംഗ്വേജിന്റെ തന്നെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ബോത്ത് BA ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ കഴിഞ്ഞവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്, അതേപോലെ തന്നെ ഫങ്ഷണൽ ഇംഗ്ലീഷ് കഴിഞ്ഞവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ടീച്ചിങ് ഇംഗ്ലീഷ് അബ്രോഡില് അല്ലെങ്കിൽ ഔട്ടർ ഇന്ത്യ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് ടീച്ച് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ ദേ പേ യു വെരി വെൽ, നല്ല പേയ്മെന്റ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോ ദുബായ്, അറബ് കൺട്രീസ്, അതേപോലെ തന്നെ ഈ യൂറോപ്യൻ നേഷൻസ്, അവിടെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഇംഗ്ലീഷ് അവർക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിപ്പിക്കാനായിട്ട് അവർക്ക് ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. സോ അബ്രോഡ് പഠിപ്പിക്കുക എന്നുള്ള ഒരു ഓപ്ഷനും ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് ഉണ്ട്. ഓക്കെ, സോ ടീച്ചിങ് ഫീൽഡിൽ അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉള്ള ഒരു സെക്ഷൻസ് ഉള്ളത്. The next one is next field of career is journalism and mass communication. ജേർണലിസവും മാസ് കമ്മ്യൂണിക്കേഷനിലും എങ്ങനെയാണ് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കരിയേഴ്സ് ഉള്ളത് എന്നാണ് നെക്സ്റ്റ് ഈ സ്ലൈഡിലുള്ളത്. ജേർണലിസം ആക്ച്വലി രണ്ട് മീഡിയാസ് ആണുള്ളത്. ഒന്ന് പ്രിന്റ് മീഡിയയിൽ ഉള്ളതാണ് ന്യൂസ് പേപ്പർ, മാഗസിൻ, ആർട്ടിക്കിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻസ് ഉള്ളത്. സോ പ്രിന്റ് മീഡിയയുടെ സെക്ഷനിൽ ന്യൂസ് പേപ്പർ എഡിറ്റിംഗ് ഹൗസസ്, ന്യൂസ് പേപ്പർ എഡിറ്റേഴ്സ്, ന്യൂസ് പേപ്പർ ന്യൂസ് ക്രിയേറ്റേഴ്സ്, അതുപോലെ മാഗസീനിൽ തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഇപ്പൊ ട്രാവൽ മാഗസീൻസ് ഉണ്ടാവാം, ഓട്ടോമൊബൈൽ മാഗസീൻസ് ഉണ്ടാവാം. നിങ്ങളുടെ ഇഷ്ടം ഏതാണോ, ഇപ്പൊ ഫാഷൻ ആൻഡ് കൾച്ചർ അങ്ങനെയുള്ള മാഗസീൻസ് ഉണ്ടാവാം. നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു ഫീൽഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിന്റെ ഓരോ സബ് ഷോണറിലേക്ക് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാജുവേഷൻ കൊണ്ട് നിങ്ങൾക്ക് കയറി പറ്റാൻ പറ്റും. ഇപ്പോൾ ടെക്നിക്കൽ റൈറ്റിംഗ്, ഇപ്പോൾ ഗാഡ്ജറ്റ്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ടെക്നോളജിയെ കുറിച്ചിട്ടും നല്ല അറിവുള്ള ഒരു ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മാഗസീൻസിനെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മാഗസീൻസിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ റൈറ്റർ ആയിട്ട് കയറാൻ പറ്റും. ഓക്കെ, പിന്നെ തന്നെ ഇതിന്റെ തന്നെ കാലങ്ങൾക്ക് ശേഷം അതിന്റെ പല പല കാറ്റഗറീസിലൂടെ കടന്നിട്ട് അതിന്റെ എഡിറ്റർ വരെയുള്ള ഹയസ്റ്റ് പൊസിഷനിലേക്ക് എത്താൻ പറ്റും. അത് വളരെ പേയ്മെന്റ് അധികമുള്ള ഒരു പ്രൊഫഷനും കൂടിയിട്ടാണ്. ദെൻ ഡിജിറ്റൽ മീഡിയ, ജേർണലിസം ഡിജിറ്റൽ മീഡിയയിൽ ഏറ്റവും കൂടുതലുള്ള എക്സാമ്പിൾ ആണ് ന്യൂസ് ചാനൽസിൽ നമുക്ക് ജൂനിയർ റിപ്പോർട്ടർ ആയിട്ട് കയറാൻ പറ്റും. അതേപോലെ തന്നെ ന്യൂസ് ക്രിയേറ്റേഴ്സ് അങ്ങനെയുള്ള അതേപോലെ ന്യൂസ് റീഡേഴ്സ് വരെ നമുക്ക് ആവാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ ജേർണലിസത്തിലെ ഡിജിറ്റൽ മീഡിയയിലുള്ളത്. സോ ആ ഒരു ഫീൽഡിലും നമ്മുടെ ലിറ്ററേച്ചർ കാൻഡിഡേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യുന്നത്. ഓക്കെ, you may get a job in print media, in newspaper publication houses, magazines and journals, in television channels, in online media agencies, in news agencies. You can begin as a trainee and then move on to different position to become the editor of a newspaper, magazine, television channel, online news portals, etc. ഇതെല്ലാം ജേർണലിസം പ്രൊവൈഡ് ചെയ്യുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമുക്ക് ഒരു ജൂനിയർ ജേർണലിസ്റ്റ് ആയിട്ട് കയറിയിട്ട് അതിന്റെ എഡിറ്റർ ആയിട്ട് വരെ ഹയസ്റ്റ് പൊസിഷനിൽ മാഗസീൻസിന്റെ പ്രിന്റ് മീഡിയയുടെ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയുടെ ആ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. സോ അത്രയ്ക്കും ഹൈലി പേയ്മെന്റ് കൂടെ തരുന്ന ഒരു സെക്ഷനാണ് ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ഓൺ ക്രിയേറ്റിവിറ്റി.
ഇത് ഹൈലി കോമ്പറ്റീഷ്യസ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് മീഡിയ എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങൾക്ക് നല്ല ന്യൂസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ ഇൻസ്റ്റൻസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഒരു പുതിയൊരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ആസ്പിറൻസിന് ഷൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫാക്ടർ, ഒരു സെക്ഷനാണ്, കരിയർ ഓപ്ഷനാണ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് മെയിൻ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ജോബുകൾ എന്തൊക്കെയാണ് എന്നാണ് നമുക്ക് നോക്കുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC നടത്തുന്ന എക്സാമുകളിലൂടെ IPS, IAS, IFS എന്ന എക്സാമുകളെല്ലാം എഴുതാൻ BA ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സ് എലിജിബിൾ ആണ്. സോ BA ഇംഗ്ലീഷിലൂടെ നിങ്ങൾക്ക് ഹിസ്റ്ററിനെ കുറിച്ചിട്ടും ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടും ഏറ്റവും കൂടുതൽ അറിവ് കിട്ടുമെന്ന് പറഞ്ഞു, ഇംഗ്ലീഷ് സബ്ജക്റ്റിനോട് കൂടിയിട്ട്. അത് ആക്ച്വലി നിങ്ങൾക്ക് UPSC എക്സാംസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. കാരണം ഒരു പേപ്പർ തന്നെ ഇംഗ്ലീഷും അതുപോലെ തന്നെ ഹിസ്റ്ററിയും, ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പൊളിറ്റിക്സ് ഉള്ളതാണെങ്കിൽ പൊളിറ്റിക്സും അതും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അത്രയ്ക്കും UPSCക്ക് ബേസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു കോഴ്സ് ആയിട്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു കോഴ്സ് പലതും പല സ്ഥലത്തും കാണപ്പെടുന്നത്. ഓക്കെ, സോ എല്ലാ UPSC എക്സാംസിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കരിക്കുലം ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, സ്റ്റാഫ് സെലക്ഷൻ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ്, SSC അല്ലെങ്കിൽ CGL അങ്ങനെയുള്ള എക്സാമുകൾ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന ഡിഗ്രി ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാമുകളായിട്ടുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, അതേപോലെ തന്നെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, ഇതിലെല്ലാം ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സ്, ഇംഗ്ലീഷ് ബാച്ചിലേഴ്സ് എലിജിബിൾ ആണ്. ഓക്കെ, സോ ഗവൺമെന്റ് ജോബുകൾ ഇംഗ്ലീഷിനാകെ നമുക്ക് കോളേജിലും സ്കൂളിലും പഠിപ്പിക്കാൻ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് വേറെ ഓപ്ഷൻസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഇസ് ഇന്റലിജൻസ് ബ്യൂറോ എക്സാം. നമ്മുടെ CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇന്റലിജൻസിന്റെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ എക്സാമിൽ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അവർക്ക് ഇതിനകത്ത് ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സ് ക്യാൻ ഓൾസോ അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ത്രൂ ആൻ എൻട്രൻസ് എക്സാം കണ്ടക്ടഡ് ബൈ ഇന്റലിജൻസ് ബ്യൂറോ. ഇന്റലിജൻസ് ബ്യൂറോ കണ്ടക്ട് ചെയ്യുന്ന അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ എക്സാമിലൂടെ ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താ പറയാ, ഇതിൽ ജോലിയിൽ കയറാൻ പറ്റും. They can apply for the post of executive or grade 2 in the IB through the entrance exams. അവർക്ക് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഗ്രേഡ് 2 കാറ്റഗറിയിലുള്ള ആ ഒരു പോസ്റ്റിലേക്ക് ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സിന് കയറി പറ്റാൻ പറ്റും. സോ ഇന്റലിജൻസ് ബ്യൂറോ വേറൊരു ഗവൺമെന്റ് ഫീൽഡാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ്. നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സ് അങ്ങനെയുള്ള ആ ഒരു 3 മെയിൻ ആയിട്ടുള്ള ഡിഫൻസ് സർവീസസിലേക്കുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമുകൾ എഴുതിയിട്ട് അവരുടെ ഡിഫറെന്റ് ഫീൽഡുകളിലേക്ക് കയറാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇന്ത്യൻ നേവി, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ് ആ ഒരു കാറ്റഗറീസിലേക്കാണ് CDS എക്സാം പാസ് ചെയ്യുന്നത്. ദെൻ അവരുടെ എക്സാമിന് ശേഷം അവരുടെ ട്രെയിനിങ് ഉണ്ടായിരിക്കും, അതിന് ശേഷമായിരിക്കും അവർ പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ സ്റ്റേറ്റ് ലെവൽ PSCs, സ്റ്റേറ്റ് ലെവൽ ആയിട്ടുള്ള PSCs, നമ്മുടെ ഗവൺമെന്റ് സ്കൂൾസിലെ ടീച്ചേഴ്സ്, അതുപോലെ ഗവൺമെന്റ് കോളേജസിലെ പ്രൊഫസേഴ്സ് ആയിട്ടുള്ള പോസ്റ്റ്, ദെൻ അതുപോലെ തന്നെ എല്ലാ ക്ലറിക്കൽ ആയിട്ടുള്ള സർവീസസും ഓഫീസ് സർവീസസും ഗവൺമെന്റിന്റെ പല ഓഫീസസിലുള്ള അങ്ങനെയുള്ള ഡിഗ്രി ഓറിയന്റഡ് ആയിട്ടുള്ള എക്സാമുകളിലെല്ലാം BA ഡിഗ്രി ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതെല്ലാമാണ് ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ജോബുകൾ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഫീൽഡുകൾ. നെക്സ്റ്റ് വൺ ഇസ് ലോ എന്നുള്ള ഒരു LLB. BA കഴിഞ്ഞവർക്ക് LLB എക്സാം എൻട്രൻസോട് കൂടിയിട്ട് LLB എക്സാം എഴുതിയിട്ട് നമ്മുടെ ലോ എന്നുള്ള ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. Okay, you can directly enroll yourself for LLB courses after completing your BA or other graduation course. LLB eligibility pass with 50% marks in graduation. ഏത് BA കോഴ്സ് ആണെങ്കിലും BA, BCom, BBA ഏതാവട്ടെ 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് LLBയുടെ എൻട്രൻസ് ചെയ്തിട്ട് ലോ എടുത്ത് ലോയുടെ തന്നെ ഹയസ്റ്റ് ആയിട്ടുള്ള പല സബ് ജോണറിലേക്കും പിന്നെ അവിടെ നിന്ന് പോകാൻ പറ്റും. ഓക്കെ, ഈ ലോയിലേക്കുള്ള പേപ്പറിൽ ഒരു പേപ്പർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. സോ ആ ഒരു പേപ്പറിനുള്ള ആ ഒരു ബേസും ഇംഗ്ലീഷ് ഡിഗ്രി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഈ ഒരു കാലത്ത് ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെന്റോട് കൂടി വന്നിട്ടുള്ള കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ജോബ് ഓപ്പണിങ്ങുകളെ കുറിച്ചിട്ടാണ്. അതിലൊന്നാണ് കണ്ടന്റ് റൈറ്റിംഗ് ആൻഡ് ബ്ലോഗിങ്. കണ്ടന്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ ബ്ലോഗിങ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പല സോഷ്യൽ മീഡിയകളിലും
പല ഫേമസ് ആയിട്ടുള്ള ഫിലിം സ്റ്റാർ, ഫേമസ് ആയിട്ടുള്ള കമ്പനി ഓണേഴ്സ്, ഫേമസ് ആയിട്ടുള്ള സിഇഒസ്, അവർക്കെല്ലാം ഓരോ ബ്ലോഗുകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോ പല ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നതിന് ശേഷം, അതേപോലെ തന്നെ ടെക്നോളജിക്കൽ റെവല്യൂഷൻ വന്നതിന് ശേഷം ഒരുപാട് വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ബ്ലോഗുകളും എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ കാണുന്നതായിട്ടുള്ള രീതിയിലുള്ള റൈറ്റിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് വെബ്സൈറ്റ്സ് ഓഫ് ഓൾ സോർട്ട് ഹയർ ഗ്രാജുവേറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടു പെൻ ഡൗൺ ഫ്രഷ് കണ്ടന്റ്സ് എവറി ഡേ ആൻഡ് മാർക്കറ്റിംഗ് ഏജന്റ്സ് ഹയർ ദം ടു ലൈൻ അപ്പ് ആൻഡ് ക്രിസ്പി കാഷി കണ്ടന്റ്സ് ഫോർ ദ കമ്പനീസ് ബ്രോഷർ ആൻഡ് ഡിസ്ക്രിപ്ഷൻസ്. ഒരു കമ്പനി അവര് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, അവർക്കൊരു വെബ്സൈറ്റ് ഉണ്ടാവും, ഒരു പക്ഷെ അവർക്കൊരു ബ്ലോഗ് ഉണ്ടാവും. ഇത് അവർ മെയിൻ ആയിട്ട് ഉപയോഗിക്കുക അവരുടെ മാർക്കറ്റിംഗ് പർപ്പസസിനായിരിക്കും. സോ ഈ മാർക്കറ്റിംഗ് പർപ്പസസിന് അവരുടെ പ്രൊഡക്ട്സിനെ എന്താ പറയാ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് അവർക്ക് ഇംഗ്ലീഷ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള കണ്ടന്റ് റൈറ്റേഴ്സ് വേണം. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊഫഷൻസി ഉള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ വേണം. ഓക്കെ, സോ ഇത്തരം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് ഈ ഇത്തരം IT കമ്പനീസും അതേപോലെ തന്നെ പല പുതിയ പ്രോഡക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസും ഹണ്ട് ചെയ്യുന്നത്. സോ കണ്ടന്റ് റൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ജോബ് ഈ BA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് നല്ലോണം ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് കണ്ടന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് നീഡ്സ് അനുസരിച്ചിട്ടുള്ള കണ്ടന്റ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള എല്ലാ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ എടുത്താലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അടിയിൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ആ ഒരു ആക്ച്വലി ആ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കണ്ടന്റ് റൈറ്റേഴ്സ് ആണ്. ഓക്കെ, സോ അങ്ങനെയുള്ളവർക്കാണ് ഈ കണ്ടന്റ് റൈറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ക്ലിക്ക് ആവാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ബ്ലോഗിങ്. ഈ ബ്ലോഗിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതേപോലെ തന്നെ ചില MNCs, മൾട്ടിനാഷണൽ കമ്പനികൾ, അതേപോലെ തന്നെ ഓർഗനൈസേഷൻസ് അവരുടെ അജണ്ടാസ് അവർക്ക് പബ്ലിക്കിന് ഷെയർ ചെയ്യാൻ ഒരു മീഡിയേറ്റർ വേണം. അതായത് അവർ തരുന്ന ഔട്ട്ലൈൻ കണ്ടന്റിനെ നമ്മളൊരു ബിഗ് കണ്ടന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ബ്ലോഗ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മളായിരിക്കും അതിനെ എന്താ പറയാ പബ്ലിക്കിന് വിസിബിൾ ആക്കി കൊടുക്കുക. സോ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാറ്റഗറിയിലുള്ള ആളുകളാണ് ബ്ലോഗേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്തരം മൾട്ടിനാഷണൽ കമ്പനികൾ ഒരുപാട് ഈ ബ്ലോഗേഴ്സിനെ ഹയർ ചെയ്യുന്നത് അവരുടെ കമ്പനീസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നല്ല ഭാഷയിൽ എഴുതാൻ കഴിവുള്ള ബ്ലോഗേഴ്സിനെ ഇപ്പോൾ പല IT കമ്പനികൾ പോലും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ തന്നെ കണ്ടന്റ് റൈറ്റേഴ്സ് ആയിട്ട് തുടങ്ങിയിട്ട് പിന്നെ ഇതിന് ഹയർ ഫീൽഡുകൾ ഉണ്ട്. കണ്ടന്റ് എഡിറ്റർ എന്ന് പറയുന്നത് വേറൊരു ഫീൽഡാണ്. ഓക്കെ, അതായത് ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ളതും അല്ലാത്തതുമായി ടെക്നിക്കലുമായിട്ടുള്ള പല എറേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യുന്ന ഒരു ജോബാണ് കണ്ടന്റ് എഡിറ്റർ എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ കഴിഞ്ഞവർക്കാണ് ഇംഗ്ലീഷ് ഭാഷയിലെ തെറ്റും പോരായ്മകളെല്ലാം കണ്ടുപിടിച്ച് അതിനെ എഡിറ്റ് ചെയ്ത് നല്ല ഫ്രഷ് കണ്ടന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളത്. സോ കണ്ടന്റ് എഡിറ്റേഴ്സും ഇത്തരം പല കമ്പനികളിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ജോബാണ്. ഈ ഡിജിറ്റൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് കൊടുക്കുന്ന ഒരു ജോബാണ്. ഇതിന് നിങ്ങൾക്ക് ജസ്റ്റ് ആഫ്റ്റർ +2 BA ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഏത് കണ്ടന്റ് റൈറ്റിംഗ് ജോബിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ആക്ച്വലി എല്ലാ IT കമ്പനികളിലും ഒട്ടുമിക്ക ബിസിനസ് ഫേംസിലും ഏത് കോസ്മെറ്റിക് ആവട്ടെ, ഓട്ടോമൊബൈൽ ആവട്ടെ, എന്തിലും ആവട്ടെ, ഏത് ഫീൽഡ് ആവട്ടെ, അതിലെല്ലാം കണ്ടന്റ് റൈറ്റേഴ്സ് എന്നുള്ള ഒരു ജോബ് കാറ്റഗറി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഒരു ടൈമിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രഷ് ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു കാറ്റഗറിയാണ്. നെക്സ്റ്റ് ഈസ് ടെക്നിക്കൽ റൈറ്റിംഗ്. ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ അല്ലെങ്കിൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ, മാഗസീൻസ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇവർക്കെല്ലാം ടെക്നോളജിക്കൽ നോളജിലൂടെ നമ്മൾ ലിറ്ററേച്ചറിനെ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നിങ്ങളിപ്പോ ഒരു വാച്ച് വാങ്ങിച്ചു എന്ന് വിചാരിച്ചു, ആ വാച്ചിന്റെ കൂടെ ഒരു പേപ്പർ ഉണ്ടാവും അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട്, എങ്ങനെ അത് യൂസ് ചെയ്യണം, എങ്ങനെ ആ കാര്യങ്ങള് എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള ടെക്നിക്കൽ നോളജ് തരുന്ന രീതിയിലുള്ള എഴുത്തുകൾ എഴുതുന്ന ആളുകളാണ് ഈ ടെക്നിക്കൽ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നിക്കൽ റൈറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കൽ കണ്ടന്റ്, ഗാഡ്ജറ്റ്സ്, അതേപോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ റൈറ്റേഴ്സ് ഫോക്കസ് പോവുക. ഓക്കെ, അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടെങ്കിലും ടെക്നോളജിയെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിലും ടെക്നോളജിയോടുള്ള ഒരു പാഷൻ കൂടെ വേണം. ഓക്കെ, ടെക്നോളജിയോടുള്ള പാഷൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ റൈറ്റർ ആയിട്ട് പല ഫേമുകളിൽ, ടെക്നിക്കൽ ഫേമുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ ഒരു എന്താ പറയാ മെയിൻ ആയിട്ട് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസും
അതുപോലെ തന്നെ ടെക്നിക്കൽ ഏരിയാസ്, അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അവരുടെ തന്നെ റൈറ്റിംഗ് പ്ലാറ്റ്ഫോംസ്, ഇതിലൊക്കെയാണ് ഈ ടെക്നിക്കൽ റൈറ്റിംഗ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലുള്ളവർക്ക് ജോബ് ഓഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് കോപ്പി റൈറ്റിംഗ്. കോപ്പി റൈറ്റിംഗ് മീൻസ് അഡ്വർടൈസ്മെന്റ്സ്. നമ്മൾ ഇന്ന് കാണുന്ന പല പരസ്യങ്ങൾക്കും ഈ പരസ്യങ്ങളിൽ കാണുന്ന പല ക്യാച്ച് ഫ്രേസുകളുണ്ട്. നല്ല രീതിയിൽ അഡ്വർടൈസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നല്ല രീതിയിൽ പരസ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയാണ്. അതിനുള്ള ഒരു സാധനം സെല് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല പരസ്യത്തിനാണ് ഏറ്റവും നന്നായി സെല് ചെയ്യാൻ പറ്റുക. സോ ഈ പരസ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ കോപ്പി റൈറ്റേഴ്സ് ആണ്. ഓക്കെ, അവർക്ക് അഡ്വർടൈസിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത്. കോപ്പി റൈറ്റേഴ്സിന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഐ ക്യാച്ചി ആയിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ ഐ ക്യാച്ചി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന്റെ അറേഞ്ച്മെന്റ് കണ്ടുപിടിച്ചിട്ട് നല്ല രീതിയിൽ ഒരു പ്രൊഡക്റ്റിനെ ആളുകളിലേക്ക് എത്തിക്കുക. ആ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തണം, ആ പ്രൊഡക്റ്റ് സെല്ലാവും വേണം. അങ്ങനെയുള്ള അഡ്വർടൈസിങ് പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് പോകാനാണ് താല്പര്യമെങ്കിൽ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ പ്രോമിസിംഗ് ആയിട്ടൊരു കരിയർ ഓപ്ഷൻ ആണ്. ഇത് വളരെ ഏർണിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ കൂടിയിട്ടാണ്. ഓക്കെ, സോ അഡ്വർടൈസേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ പല കമ്പനീസിന്റെ പ്രൊഡക്ട്സ് കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ജോബ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത് വേറൊരു ഫീൽഡ്, അഡ്വർടൈസിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അത് ലിറ്ററേച്ചർ കഴിഞ്ഞിട്ടുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള, അതേപോലെ തന്നെ നല്ല വൊക്കാബുലറി ഉള്ള, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ളവർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫീൽഡാണ്. അതുകൊണ്ട് അതിന്റെ തന്നെ സീനിയോറിറ്റി ലെവലിൽ നമുക്ക് കോപ്പി എഡിറ്റേഴ്സ് എന്നുള്ള ഒരു ജോബും പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അപ്ഡേറ്റിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് ഇത്തരം കോപ്പി റൈറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പുറത്തു നിന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാവുന്ന ആളുകളാണ് കോപ്പി എഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ജോബ് ഇസ് പബ്ലിഷിംഗ് ഹൗസസ്. പബ്ലിഷിംഗ് ഹൗസുകൾ, പുസ്തകങ്ങൾ, ഇന്ന് ഏറ്റവും കൂടുതൽ ബുക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈമിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് ആവട്ടെ, എഡ്യൂക്കേഷണൽ യൂസസിനുള്ളത് ആവട്ടെ, വേറെ പല റിസർച്ച് ഓറിയന്റഡ് ആവട്ടെ, സ്റ്റോറീസ് ആവട്ടെ, എന്താവട്ടെ. സോ എല്ലാത്തിനും ഒരു പബ്ലിഷിംഗ് ഹൗസസ് ഉണ്ട്. ന്യൂസ് പേപ്പേഴ്സ് ആവട്ടെ. സോ ഇത്തരം പബ്ലിഷിംഗ് ഹൗസസിൽ നമുക്ക് പുതിയ പുതിയ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജോബാണ് BA ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതിൽ ഒന്ന് കോപ്പി എഡിറ്റർ എന്ന് പറയും. ഓക്കെ, കോപ്പി എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെയിൻ ഡ്യൂട്ടി ടു റിവ്യൂ ദ കണ്ടന്റ് ക്രിയേറ്റഡ് ബൈ സംവൺ എൽസ് ആൻഡ് എൻഷുർ അബൌട്ട് ദ ഗ്രാമാറ്റിക്കൽ എറേഴ്സ്. എന്താണോ ഒരു കോപ്പി നമുക്ക് തന്നിട്ടുള്ളത് അതിന്റെ എഡിറ്റ് ചെയ്യുക. ഓക്കെ, സോ അതിന് നിങ്ങൾക്ക് ലാംഗ്വേജിന്റെ ടെക്നിക്കൽ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് വേണം. ഗ്രാമാറ്റിക്കൽ എറേഴ്സും ടെക്നിക്കൽ എറേഴ്സും ഒന്നും ഇല്ലാണ്ട് അതിനെ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. സോ കോപ്പി എഡിറ്റർ എന്നുള്ള ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിന്ന് നമുക്ക് സീനിയർ എഡിറ്റർ എന്നുള്ള രീതിയിലേക്ക് ഒരു പബ്ലിഷിംഗ് ഹൗസിന്റെ ഒക്കെ മാറാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ DC ബുക്സ്, അതുപോലെ തന്നെ ഇന്ത്യ എടുക്കുന്ന പെൻഗ്വിൻ ഇന്ത്യ, അവരുടെ കയ്യിലൊക്കെ ഈ ഫ്രഷ് കോപ്പി എഡിറ്റേഴ്സ് ആയിട്ട് അവർ ഒരുപാട് പേരെ സെലക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ലാംഗ്വേജിലുള്ള ആ ഒരു പ്രൊഫഷൻസിയാണ് ഈ ഒരു ഫാക്ടറിലൊക്കെ ഷൈൻ ചെയ്യാനായിട്ട് ഏറ്റവും സഹായിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് പ്രൂഫ് റീഡേഴ്സ്. ഇത് പബ്ലിഷിംഗ് ഹൗസിൽ തന്നെ വേറെ ജോബ്സ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. പ്രൂഫ് റീഡേഴ്സ് ആർ ആക്ച്വലി ഫൈനൽ ചെക്കിംഗ് ചെയ്യുന്ന ആളുകളാണ്. ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ബുക്ക് അതിന്റെ എല്ലാ എറേഴ്സും ഫസ്റ്റ് സ്റ്റെപ്പ് എഡിറ്റ് ചെയ്തതിന് ശേഷം ഈ പ്രൂഫ് റീഡേഴ്സ് ആണ് അതിനെ ഫൈനൽ ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ഫൈനൽ ചെക്ക് ചെയ്യുന്ന ആ ഒരു ജോബും പ്രൂഫ് റീഡേഴ്സിനുള്ളതാണ്. സോ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് വേറൊരു ജോബ് കാറ്റഗറിയാണ് ഇതിലുള്ളത്. നെക്സ്റ്റ് ഈസ് ലിറ്റററി ഏജന്റ്. ലിറ്റററി ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു മിഡിൽ മാൻ ആണ് ബിറ്റ്വീൻ എ റൈറ്റർ ആൻഡ് എ പബ്ലിഷിംഗ് ഹൗസ്. ഒരു റൈറ്റർ, എഴുത്തുകാരും പബ്ലിഷിംഗ് ഹൗസും തമ്മിലുള്ള ഒരു മിഡിൽ മാൻ ആണ്. അവർ മെയിൻ ആയിട്ട് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ലിറ്റററി ഏജന്റ് എന്ന് പറയുന്നത്. മിക്ക പബ്ലിഷിംഗ് ഹൗസുകളിലേക്കും അവരുടെ പബ്ലിഷ് ചെയ്യാനുള്ള നോംസും അവരുടെ എന്താ പറയുക സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ഈ റൈറ്റേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ് ലിറ്റററി ഏജന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ഇൻഷുറൻസ് ഏജന്റ്സ് എന്ന് പറയുന്ന പോലെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് ജോബാണ് ഈ ലിറ്റററി ഏജന്റ് പറയുന്നത്. ഓക്കെ, സോ അവര് ഈ പബ്ലിഷിംഗ് ഹൗസുകളും റൈറ്റേഴ്സും തമ്മിലുള്ള കോൺടാക്ട് കീപ്പ് ചെയ്യലാണ് അവരുടെ ഡ്യൂട്ടി. എന്നിട്ട് പബ്ലിഷിംഗ് ഹൗസസിന്റെ ഡീറ്റെയിൽസും ഓതറിന്റെ ഡീറ്റെയിൽസും ഷെയർ ചെയ്യാം. അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ലിറ്റററി ഏജന്റ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ്. പിന്നെ ബുക്ക് എഡിറ്റർ. ഓഫ് കോഴ്സ് ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പബ്ലിഷിംഗ് ഹൗസിന്റെ അണ്ടറിലായിരിക്കും ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്യുക. സോ
ആദ്യം ഈ റൈറ്റർ കൊണ്ടുവരുന്ന ഡ്രാഫ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഒരുപാട് ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ളതും സിന്റാക്ടിക്കൽ ആയിട്ടുള്ള വേറെ മിസ്റ്റേക്കുകൾ ഒരുപാട് ഉണ്ടാവും. സോ ആ ഒരു മിസ്റ്റേക്കുകളെല്ലാം തിരുത്തി അതിനെ പബ്ലിഷ് ചെയ്യാവുന്ന രീതിയിലേക്ക് മാറ്റാൻ ഒരു ബുക്ക് എഡിറ്ററിന് ആവശ്യമാണ്. സോ ഇതിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗ്രാമാറ്റിക്കൽ സൈഡാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യം വരിക. ഓക്കെ, മോർ ദാൻ യുവർ ക്രിയേറ്റീവ് സൈഡ്, നിങ്ങളുടെ ആ ഒരു ടെക്നിക്കൽ സൈഡിലുള്ള ഇംഗ്ലീഷ് ഭാഷയുടെ തന്നെ ടെക്നിക്കൽ സൈഡിലുള്ള ആ നോളജ് ആണ് ഏറ്റവും ആവശ്യം. ഇതെല്ലാം ഹൈലി പേയിങ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. റുപ്പീസ് 3 lakh to 7 lakh പെർ ഇയർ വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻസ്ട്രക്ഷണൽ ഡിസൈനിങ്. ഇപ്പോ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സർവീസസ്, ലേണിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ റീഡിങ്, ഡിജിറ്റലായിട്ട് നമുക്ക് ബുക്ക് വായിക്കാൻ പറ്റുക, ഡിജിറ്റലായിട്ട് നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആവുക, ഡിജിറ്റലി നമുക്കൊരു ക്ലാസ്, നമുക്ക് ഒരു 200 പേജുള്ള ഒരു ടെക്സ്റ്റിനുള്ള ആ ടെക്സ്റ്റ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സർവീസസ് എല്ലാം വന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആ ഒരു IT ഫീൽഡിന്റെ ആ ഒരു കടന്നുകയറ്റത്തിന് ശേഷം. ഓക്കെ, സോ ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർഡ് കോപ്പി ആയിട്ടുള്ള ടെക്സ്റ്റുകളെ അവർ സോഫ്റ്റ് കോപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. അതായത് they design the input and output content of e-learning systems, എഡ്യൂക്കേഷൻ, ബുക്കിനെ ഇലക്ട്രോണിക്കലി കൺവേർട്ട് ചെയ്യുക, അങ്ങനെയുള്ള ജോബുകൾ, ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ് ഫോക്കസ് ചെയ്യുക. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബൈജൂസ് ആപ്പ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ബൈജൂസ് ആപ്പിൽ ഈ ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ് എന്നുള്ളൊരു കാറ്റഗറി ജോബ്സ് ഉള്ളതാണ്. അവര് ഒരു എഡ്യൂക്കേഷൻ, ഒരു ടെക്സ്റ്റ് ഉള്ള സാധനം എങ്ങനെ നമുക്ക് ഡിജിറ്റലി ഒരു സ്ക്രീനിൽ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, അത് ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള എന്താ പറയുക ക്രിയേറ്റേഴ്സും എഡിറ്റേഴ്സും ആണുള്ളത്. Okay, so instructional designing is the persons who design the input and output content of e-learning systems. ഇത് ഒരു പക്ഷേ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആവാൻ പോകുന്ന ഒരു ജോബ് കാറ്റഗറി കൂടി ആവാം. കാരണം ഇനി എല്ലാ എഡ്യൂക്കേഷനും ഓറിയന്റഡ് ആയിട്ട് ഇലക്ട്രോണിക്കലി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡുമാണ്, അതേപോലെ തന്നെ ഹൈ ചാൻസസ് ഉള്ള ഒരു ഫീൽഡുമാണ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേറ്റേഴ്സ്, ഇതിന് ആക്ച്വലി നിങ്ങൾക്ക് 2 ലാംഗ്വേജിലുള്ള ഒരു പ്രൊഫഷൻസി ആവശ്യമാണ്. പക്ഷെ അതിനകത്ത് 2 ലാംഗ്വേജ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജും അതോടൊപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്, ഗ്ലോബൽ ലാംഗ്വേജ് ആണ് പറഞ്ഞു. അങ്ങനെ അറിയുമെങ്കിൽ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ട് ജോബിൽ കയറാൻ പറ്റും. നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ, ഇപ്പോൾ മലയാളം ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു മലയാളം ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഈ ഉള്ളവർക്കൊക്കെ ഈ ട്രാൻസ്ലേറ്റർ ഫീൽഡിനകത്ത് ഷൈൻ ചെയ്യാൻ പറ്റും. ഈ ട്രാൻസ്ലേഷനിലൂടെ ശരിക്കും നമ്മൾ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി മീഡിയേറ്റ് ചെയ്യാണ്. 2 ലാംഗ്വേജ് തമ്മിൽ ഒരു മീഡിയേറ്റർ ആണ് ഈ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നേറ്റീവ് ലാംഗ്വേജും ഇംഗ്ലീഷും അറിയുന്നവർക്ക് ഈ പല ട്രാൻസ്ലേഷൻ ഏജൻസീസിലും വർക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് നോവലുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ, അതേപോലെ തന്നെ പല ഷോർട്ട് സ്റ്റോറികൾ, ഇതെല്ലാം പല ഭാഷയിൽ നിന്നിട്ടും മാറി മാറി ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതായിട്ടുള്ള ജോബുകളുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ എഴുതുന്ന റൈറ്റേഴ്സിന്റെ ബുക്കുകൾ പല പബ്ലിഷിംഗ് ഹൗസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ OV വിജയന്റെ തന്നെ ഖസാക്കിന്റെ ഇതിഹാസം എന്നുള്ള ആ ഒരു വർക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ് ദ ലെജൻഡ്സ് ഓഫ് ഖസാക്ക് എന്ന് പറയുന്നത്. സോ അതൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. സോ അങ്ങനെയുള്ള ട്രാൻസ്ലേഷൻ ഹൗസസ് ഒക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. BA കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് തരുന്ന ഓപ്പർച്യൂണിറ്റിയാണ് ദർ ജോബ് ഇൻ ട്രാൻസ്ലേഷൻസ്. ഓക്കെ, അത് മെയിൻ ആയിട്ട് ഉള്ള സെക്ഷൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ബുക്ക് പബ്ലിഷിംഗ് ഹൗസസിലുണ്ട്. ദെൻ IT ആൻഡ് ബിസിനസ് സെക്ടേഴ്സ്, പല എന്താ പറയാ ക്ലയന്റുകളും അതേപോലെ തന്നെ ബിസിനസ് സെക്ടേഴ്സിലും IT സെക്ടേഴ്സിലും പല സ്ഥലങ്ങളിലുള്ള ആളുകളും അവരുടെ ഭാഷയിലും ചിലപ്പോൾ അവർ ഇംഗ്ലീഷിലായിരിക്കും പറയുന്നുണ്ടാവും. ബട്ട് നമ്മുടെ വർക്കേഴ്സ് ആക്ച്വലി കൂടുതലും പ്രൊഫഷന്റെ മലയാളം ലാംഗ്വേജിലാണെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു മീഡിയേറ്റർ വേണം. സോ അങ്ങനെയുള്ള സെക്ടേഴ്സിലും ട്രാൻസ്ലേറ്റേഴ്സ് വളരെ വാലിഡ് ആണ്. നെക്സ്റ്റ് ഇസ് ട്രാവൽ ആൻഡ് ടൂറിസം. സോ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ കോവിഡിന്റെ ആ ഒരു കേസ് കൊണ്ട് പലതും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ട്രാവൽ വെബ്സൈറ്റുകൾ, പല ഇംഗ്ലീഷ് ട്രാവൽ വെബ്സൈറ്റുകളും ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളും അതിന്റെ അവരുടെ കണ്ടന്റ് മലയാളത്തിലേക്കാണെങ്കിലും വേറെ ഹിന്ദി ഏത് ലാംഗ്വേജിലേക്കാണെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവർക്ക് ഇതേപോലത്തെ ട്രാൻസ്ലേറ്റേഴ്സിന് ആവശ്യമാണ്. പിന്നെ ഹെൽത്ത് ആൻഡ് മെഡിസിൻ,
ഹെൽത്ത് ആൻഡ് മെഡിസിൻ എന്നുള്ള ഫീൽഡിലും ട്രാൻസ്ലേഷൻസ് വളരെ വാലിഡ് ആയിട്ടുള്ള പല മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഡോക്ടേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇന്റർമീഡിയേറ്റ് ചെയ്യാനും, ഇപ്പോൾ ഒരു രാജ്യത്തുള്ള ഒരു ഡോക്ടറും വേറൊരു രാജ്യത്തുള്ള ഡോക്ടറും അവർ തമ്മിലുള്ള ഭാഷ നമ്മൾക്ക് അറിയില്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്ററിനെ വെച്ചിട്ടാണ് അവർ ഇന്റർമീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻസ് നടത്താറ്. സോ ട്രാൻസ്ലേറ്റർ എന്നുള്ള ഫീൽഡിൽ ലാംഗ്വേജ് കഴിഞ്ഞവർക്ക്, ഇത് ആക്ച്വലി മൾട്ടിപ്പിൾ ലാംഗ്വേജ് അറിയുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. നെക്സ്റ്റ് ഈസ് സോഷ്യൽ മീഡിയ മാനേജർ ഓർ ഡിജിറ്റൽ കമ്മ്യൂണിക്കേറ്റർ. ഇന്നത്തെ കാലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ കൊണ്ടൊക്കെ എങ്ങനെയാണ് ഒരു ജോബ് ഉണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനും ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഞാൻ പറയുകയുണ്ടായി, പല IT കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ, അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ, ഇവർക്ക് എല്ലാവർക്കും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പല ആക്ടേഴ്സ്, പല ഫേമസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ്, ഇവർക്കെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. പക്ഷെ ഇതില് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ചെയ്യുന്ന ആളുകൾ വേറെയാണ്. സോ ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ മാനേജേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഇവരുടെ ചാനൽ, സോഷ്യൽ മീഡിയ ചാനൽസ് ഏറ്റവും കൂടുതൽ ലൈവ്ലി ആക്കിയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ ആ ഒരു നീഡ് അനുസരിച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവരുടെ ഒരു ബിസി ലൈഫ് സ്റ്റൈലിൽ ഇവർക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു കാറ്റഗറി ഉണ്ടാവില്ല. സോ ആ ഒരു ഓപ്ഷൻ ഇവർക്ക് കുറവായിരിക്കും. സോ അവർ ഇത് മെയിൻ ആയിട്ട് സോഷ്യൽ മീഡിയ മാനേജേഴ്സിനെയാണ് ഏൽപ്പിക്കുക. സോ ഈ സോഷ്യൽ മീഡിയ മാനേജേഴ്സ് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതായത് അത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരം മൾട്ടിനാഷണൽ കമ്പനികൾക്ക് പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ആണത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അത് വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മാനേജർ, അതാണ് ഈ സോഷ്യൽ മീഡിയ മാനേജർ, അതേപോലെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള ആ ഒരു ജോബ് കാറ്റഗറിയിൽ ഉള്ളത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫീൽഡാണിത്. ഇതിൽ തന്നെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, ഇതിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയാൽ തന്നെ നമുക്ക് ഇതിന്റെ തന്നെ പെർമനന്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു കമ്പനിയുടെ സോഷ്യൽ മീഡിയ മാനേജർ എന്നുള്ള പോസ്റ്റിലേക്ക് വരെ എത്തിപ്പെട്ടാൻ പറ്റുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് പബ്ലിക് റിലേഷൻസ്. പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മൾട്ടിനാഷണൽ കമ്പനികൾക്കും ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസർ അവർ പ്രസന്റ് ആയിരിക്കും. അവരായിരിക്കും ആക്ച്വലി ഈ പബ്ലിക് ആയിട്ട് അവരുടെ കമ്പനി പോളിസീസ് അല്ലെങ്കിൽ കമ്പനിയുടെ ന്യൂ പോളിസീസ്, കാര്യങ്ങൾ ഇതെല്ലാം പബ്ലിക്കിന് റിവീൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് ഈ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്ന് പറയുന്നത്. IT കമ്പനി ആവട്ടെ, വേറെ ബിസിനസ് ഓർഗനൈസേഷൻസ് ആവട്ടെ, MNCs ആവട്ടെ, NGOs ആവട്ടെ, ഇവർക്കെല്ലാം ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസർ അവിടെ ഉണ്ടായിരിക്കും. ആക്ച്വലി അവർ ഒരു ഓർഗനൈസേഷന്റെ സ്പോക്സ്മാൻ, അല്ലെങ്കിൽ അവര് പബ്ലിക്കിനായിട്ട് സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാൾ എന്നാണ് ഈ പബ്ലിക് റിലേഷൻസ് ഓഫീസറിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. ഇതും ഹയർ ഫീൽഡിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്പനി, എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഹെഡായിട്ട് വരെ, ഹെഡ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ഓഫ് പർട്ടിക്കുലർ കമ്പനി എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരെ നമുക്ക് പോസ്റ്റ്, ഇതിന്റെ ഹയർ പോസ്റ്റ് എത്താവുന്നതാണ്. വളരെ പേ ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സെക്ടർ ജോബ് ഓഡിറ്റാണ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഉള്ളത് കുറച്ച് ക്രിയേറ്റീവ് ഏരിയാസിലുള്ള ജോബാണ് BA കഴിഞ്ഞവർക്ക്. റേഡിയോ അല്ലെങ്കിൽ വീഡിയോ ജോക്കീസ്, RJ, VJ, നിങ്ങൾക്ക് ഹൈലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ വളരെയധികം ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്കൊരു ടോപ്പിക്കിനെ പ്രസന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജോബ് ഓഫറാണ് ഈ റേഡിയോ. നമ്മുടെ ഇന്ന് കാലത്ത് ഒരുപാട് റേഡിയോസ് ഉണ്ട്, FMs ഉണ്ട്. ആ റേഡിയോ സ്റ്റേഷൻസിലെല്ലാം ജോക്കീസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വീഡിയോ ജോക്കീസ് ആൻഡ് ആങ്കറിങ്ങും ഇന്ന് വളരെ ഹൈലി ഡിമാൻഡ് ഉള്ള ഒരു പ്രൊഫഷനാണ്. ഇത് എങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ ഹയർ പോസ്റ്റുകളിലേക്കൊക്കെ ഇതിന്റെ പോയാൽ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ്. ഹൈലി കോമ്പറ്റീഷ്യസ് ആയിട്ടുള്ള ഫീൽഡാണ്. നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. ആക്ച്വലി ഈ റേഡിയോ അല്ലെങ്കിൽ വീഡിയോ ജോക്കീസിനുള്ള ട്രെയിനിങ് നമുക്ക് +2 കഴിഞ്ഞതും അവരുടെ ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, അത് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കയറാം. ബട്ട് BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു ഡിഗ്രി എടുത്തതിന് ശേഷമാണ് ഈ ഡിപ്ലോമ ചെയ്യുന്നതെങ്കിൽ അതിന് കുറച്ചുകൂടെ വാലിഡിറ്റി കൂടുതലായിരിക്കും. സോ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ആണ് ഇവർ മെയിൻ ആയിട്ട് പ്രിഫർ ചെയ്യുന്നെങ്കിലും ഇംഗ്ലീഷിൽ തന്നെയാണ് അത് സബ് ജോണർ ആയിട്ടുള്ളത്. സോ ഇംഗ്ലീഷിൽ മാസ് കമ്മ്യൂണിസം, ജേർണലിസം ചെയ്തവർക്ക് ഈ വീഡിയോ ജോക്കീസ് അല്ലെങ്കിൽ റേഡിയോ ജോക്കീസ് എന്നുള്ള ആ ഒരു ജോബിലേക്ക് പോകാൻ പറ്റും. ഹൈലി കോമ്പറ്റീഷ്യസ് ആയിട്ടുള്ള ഫീൽഡാണ്. ബട്ട് ഇൻ ദ ലോങ് റൺ നിങ്ങൾക്ക് അത്രയും ന്യൂ കണ്ടന്റും നിങ്ങളുടെ ആ ഒരു യുണീക് സ്റ്റൈലും കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഹൈലി പെയ്ഡ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് റേഡിയോ ആൻഡ് വീഡിയോ ജോക്കി. ഓക്കെ,
ആൻഡ് നെക്സ്റ്റ് ഈസ് ഓഫ് കോഴ്സ് ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരുപാട് BA ഗ്രാജുവേറ്റ്സ് ഫിലിം ഫീൽഡിൽ പല സ്ഥലങ്ങളിലും ഷൈൻ ചെയ്യുന്ന ആളുകളുണ്ട്. ഫിലിം ഫീൽഡിൽ ആക്ച്വലി ലിറ്ററേച്ചർ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ഏറ്റവും തിളങ്ങാൻ പറ്റിയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് ആൻഡ് സ്റ്റോറി എന്നുള്ള ആ ഒരു സെക്ഷനിലാണ്. പല ഫിലിമുകളുടെയും സ്റ്റോറി റൈറ്റേഴ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അവരെ അസിസ്റ്റ് ചെയ്യാം. അവരുടെ സ്ക്രിപ്റ്റിനെ നമുക്ക് എഡിറ്റ് ചെയ്യാം. സ്ക്രിപ്റ്റ് എഡിറ്റേഴ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ക്രിയേഷൻ, പല അഡ്വർടൈസിങ് ഏജൻസികൾ, അതിന്റെ എല്ലാം സിനിമ അല്ലെങ്കിൽ ഫിലിം ഷൂട്ടിംഗ് ആ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് സ്ക്രിപ്റ്റിന്റെ ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സ്ക്രിപ്റ്റിന് ഓറിയന്റഡ് ആയിട്ടുള്ള എഡിറ്റിംഗ്, അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ, അതെല്ലാം എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എഡിറ്റർ, അതെല്ലാം ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് സ്റ്റോറി റൈറ്റിംഗ് എന്നുള്ളതിൽ വാലിഡ് ആണ്. ദെൻ ഓഫ് കോഴ്സ് ആക്ടിങ്. ഈ BA ലിറ്ററേച്ചർ പഠിച്ച സ്റ്റുഡൻസിന് തിയേറ്റർ വേൾഡിലുള്ള തിയേറ്റേഴ്സിനെ കുറിച്ചിട്ടും പല പല ഡ്രാമാസിനെ കുറിച്ചിട്ടും പല ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിന്റെ തന്നെ സ്റ്റോറികളെ കുറിച്ചിട്ടും ഡ്രാമകളെ കുറിച്ചിട്ടുള്ള പഠനം ഉള്ളതാണ്. സോ നമുക്ക് ആക്ടിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് പാഷൻ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് BA ലിറ്ററേച്ചറിന് ശേഷം പെർസ്യൂ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫീൽഡാണ് ആക്ടിങ് എന്ന് പറയുന്നത്. അത് തിയേറ്റർ ഇതിനകത്തും ആക്സസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഫിലിമിലും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഇസ് സിനിമാറ്റോഗ്രഫി. ഈ BA ഇംഗ്ലീഷിൽ മീഡിയ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ചെയ്ത ആളുകൾക്ക് ഹയർ സ്റ്റഡീസ് ആയിട്ട് ഫിലിം ആൻഡ് സിനിമാറ്റോഗ്രഫി ചൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു പ്രൊഫഷനാണ്. ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആംഗിൾസ്, ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റൈൽ, ഇത്തരം കാര്യങ്ങളെല്ലാം സിനിമാറ്റോഗ്രഫി എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. Okay, next one is direction. If you have the capacity and potential to direct, അല്ലെങ്കിൽ ഇന്നതുപോലെയൊക്കെ ഒരു സ്ക്രിപ്റ്റിനെ നമുക്ക് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ഐഡിയ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡിറക്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, സോ ഹൈലി പേയ്മെന്റ് ഉള്ള ഒരു ഫീൽഡാണ്, അതുപോലെ തന്നെ ഹൈലി കോമ്പറ്റീഷ്യസ് ആയിട്ടുള്ള ഫീൽഡാണ്. ഇത് ഒരു കംപ്ലീറ്റ് ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളത്. ഓക്കെ, സോ നമ്മുടെ സെഷൻ ആക്ച്വലി കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാമാണ് നമ്മുടെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കരിയർ സെക്ഷൻസിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഫീൽഡിനെ കുറിച്ചിട്ട് അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. So students, if you have any doubts regarding on this career webinar, you please use this opportunity to clarify it. Sir, I think they have cleared all their doubts through our webinar. So shall we wind up by proposing vote of thanks, sir? Okay, I invite Miss Ranjita ma'am to propose vote of thanks. Ma'am, please. Good evening all. Respected principal, heads of various departments, and my dears. First of all, I express my sincere thanks to our resource person, Mr. Rudraj sir, who have presented the section in a very effective and understandable way. I think you have got much more information regarding on scope, opportunity, and benefit of the course BA English Language and Literature. It was very informative and beneficial session for all aspirants. I extend my sincere thanks to our management and principal for providing wholehearted support for the webinar. I express my gratitude to my colleagues and all participants of the webinar. Thank you. Build your future with KR's Srinarayana College, Valancheri, Kavumpuram. Admission open for 2020-21. Programs offered: BCom with CA, BCom with Finance, BBA Finance, BSc Physics, BSc Geology, BSc Psychology, BSc Computer Science, BA English, BA Economics. ഉന്നത പഠന നിലവാരവും മികച്ച അച്ചടക്കവും ഞങ്ങളുടെ പ്രത്യേകത. അന്താരാഷ്ട്ര നിലവാരത്തിൽ ഡിസൈൻ ചെയ്ത കെട്ടിട സമുച്ചയം, അത്യാധുനിക സൗകര്യങ്ങളോടെ രൂപകൽപ്പന ചെയ്ത ലബോറട്ടറികൾ, മികച്ച ലൈബ്രറി, കളിക്കളങ്ങൾ, വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ വ്യക്തിവികാസത്തിന് UGC നിർദ്ദേശമനുസരിച്ചുള്ള വിവിധ പദ്ധതികൾ, വിദഗ്ധരായ അധ്യാപകർ. നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ഉറപ്പാക്കൂ. കോൺടാക്ട് us 9745 127 540.
KR's Srinarayana College, affiliated to Calicut University, recognized by UGC, Kavumpuram, Tholuvanur Post, Valancheri.